അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ കൗസറിൽ അവസാനത്തെ വചനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ കൗസറിലെ ആദ്യ 2 വചനങ്ങൾ നാം വിഷയവിധേയമാക്കിയിട്ടുണ്ട്. മൂന്നാമത്തേത് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രവചനമാണ്. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. ഇന്ന തീർച്ചയായും, ഷാനിഅക നബിയെ, അങ്ങയോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ, ഹുവൽ അബ്തർ അവൻ തന്നെയാണ് വാലറ്റവൻ എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥം. യഥാർത്ഥത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ പ്രിയപുത്രൻ ഖാസിം എന്നവർ പെട്ടെന്ന് തന്നെ ചെറുപ്പത്തിൽ മരിച്ചപ്പോൾ ശത്രുക്കൾ പുലമ്പുകയായിരുന്നു, അവൻ മുത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അവൻ അബ്തറാണെന്ന്. എന്ന് പറഞ്ഞാൽ ഇനി അവൻ്റെ ആശയത്തിന് ഇവിടെ കൊണ്ടു നടക്കാൻ ആരുമില്ല. കാരണം അവൻക്കുണ്ടാവുന്ന കുട്ടികളൊക്കെ മരിച്ചു തീരുകയാണ്. അറബികളുടെ ഒരു ശൈലിയായിരുന്നു, ആരെങ്കിലും ആൺകുട്ടികൾ മരിച്ചാൽ അവനെക്കുറിച്ച് അബ്തർ, ബുത്തിറ എന്നൊക്കെ പറയും. അതുപോലെ മുത്തുനബിയുടെ ആശയം ഇനി ഏറ്റുപിടിക്കാൻ ആരുമില്ല എന്ന് അവർ മനസ്സാലെ സന്തോഷിച്ചുകൊണ്ട് അവർ പറഞ്ഞ വർത്തമാനമാണിത്. ഹുവൽ അബ്തർ, ദാലിക്കൽ അബ്തർ, ആ വാലറ്റവൻ എന്നാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രവചിക്കുകയാണ്, നബിയെ, അങ്ങല്ല വാലറ്റവൻ, പിന്നെയോ അങ്ങയെ പ്രയാസപ്പെടുത്തിയ, അങ്ങയെ ദേഷ്യം പിടിപ്പിച്ച, അങ്ങയോട് ശത്രുത പുലർത്തുന്ന ആളുണ്ടല്ലോ അബ്തർ എന്ന് പറഞ്ഞ്, അയാളാണ് അബ്തർ, നിങ്ങളല്ല നബിയെ വാലറ്റവൻ. നമുക്കറിയാം 1400 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണിത്. എന്നാൽ ഇന്നും നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാം. അറിയുക മാത്രമല്ല, അവിടുത്തെ ആശയം ഇന്ന് ലോകം നെഞ്ചേറ്റു പിടിക്കുകയാണ്. ഇന്നും ആ ആശയത്തിൻ്റെ കീഴിൽ കോടാനക്കോടി ജനങ്ങളുണ്ട്. 150 കോടിയിലധികം വരുന്ന ജനങ്ങൾ ഇന്നും 14 നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ ആദർശം പുൽകുന്നു എന്ന് വരുമ്പോൾ, അവിടുത്തെ ആശയങ്ങൾ കൈമാറാൻ, അവിടുത്തെ ആദർശം നെഞ്ചേറ്റാൻ അവിടുത്തെ ആൺമക്കളില്ലെങ്കിലും സാധ്യമാകും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ മുത്തുനബിയെ അബ്തർ എന്ന് ആക്ഷേപിച്ചവനോ, അവനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഒരാൾക്കും അറിയില്ല. അവൻ്റെ സന്താന പരമ്പരയെങ്കിലും ഇവിടെ ഉണ്ടോ? ആർക്കറിയാം? വാലറ്റവനാണ്, ഒന്നും അറിയാത്തവനായിപ്പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം തങ്കലിപികളാൽ ഇന്ന് രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇവൻ്റെയോ ആർക്കും അറിയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടിയിൽ എത്ര രോമം നരച്ചിരുന്നു മരിക്കുമ്പോൾ എന്നുപോലും പരമ്പര സഹിതം സ്തുത്യർഹമായ ചരിത്രരേഖകൾ ഇന്ന് നമ്മോട് വിളിച്ചു പറയുകയാണ്. അവിടുത്തെ ജനനം മുതൽ അവിടുത്തെ തിരുവഫാത്ത് വരെയുള്ള അവിടുത്തെ 63 വർഷക്കാലത്തിലെ ഓരോ നിമിഷത്തെയും ചെയ്തികൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒപ്പിയെടുത്തു സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ ഒരു പോറലും ഏൽക്കാതെ, ഒരു വള്ളിക്ക് പുള്ളിക്ക് പോലും വ്യത്യാസമില്ലാതെ അത് ഇന്നും ചങ്കൂറ്റത്തോടുകൂടി നിലയുറപ്പിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ, നബിയെ, അങ്ങയെ വിദൂഷിച്ചവൻ അവൻ തന്നെയാണ് വാലറ്റവൻ, നിങ്ങളല്ല നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര അൽഹംദുലില്ലാഹ് ഇന്ന് തങ്ങന്മാരായിട്ട് നമ്മൾ തന്നെ ഈ കേരളത്തിൽ കാണുകയാണ്. എത്രയാണ് അവിടുത്തെ സാദാത്യങ്ങൾ, അവിടുത്തെ സന്താന പരമ്പര, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും, അവരുടെ താവഴിയിലൂടെ സൈനുൽ ആബിദീൻ വഴി ഇന്ന് ലോകമെമ്പാടും സാദാത്യങ്ങൾ പടർന്നു പന്തലിച്ചു. നമുക്കറിയാമല്ലോ,
മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ നാട്ടിലേക്ക് ചേർത്തുകൊണ്ട് ബുഖാരി സാദാത്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയൊരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഇന്ന് ഇഷ്ടം പോലെ സാദാത്യങ്ങൾ ബുഖാരി താവഴിയിലൂടെ, ശിഹാബ് തങ്ങന്മാരിലൂടെ, അതുപോലെ തന്നെ ജിഫിരി ഖബീലയിലൂടെ, ജമലുല്ലൈലി പരമ്പരയിലൂടെ, അങ്ങനെ 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 അഹ്ദൽ തങ്ങളിലൂടെ ഇഷ്ടംപോലെ സാദാത്യങ്ങൾ നമുക്ക് കാണുകയാണ്, നാം അനുഭവിക്കുകയാണ്, നമ്മൾ അറയവിറക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരക്കും ഒരു കോട്ടവും തട്ടിയില്ല. ഇന്നും അഭിമാനത്തോടുകൂടി ആ സന്താന പരമ്പര നമ്മുടെ നേതൃത്വമായി ഇന്ന് ലോകത്ത് പരിലസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ഇതാരാണ് പറഞ്ഞത്? ഫിൽ ആസിബിന് വായിൽ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇത് പറഞ്ഞത്. എപ്പോഴാണിത് പറഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഈ ചങ്ങായി കാണുകയാണ്. ഈ മനുഷ്യൻ രണ്ടാളും ഒരു വാതിലിൻ്റെ അടുത്തെത്തി, രണ്ടാളും പരസ്പരം സംസാരിക്കുന്നു. അങ്ങനെ അപ്പുറത്ത് ഖുറൈശികളിലെ പ്രമുഖന്മാർ വട്ടമിട്ട് ചട്ടം കൂടിയിരിക്കുന്നുണ്ട്. ഇവന്മാർ അവരുടെ കൂട്ടത്തിലേക്ക് ആസിബിന് വായിൽ വന്നപ്പോൾ അവർ ചോദിക്കുന്നു, നീ ആരോടായിരുന്നു സംസാരിച്ചിരുന്നത്? അപ്പം ചങ്ങായി പറഞ്ഞ മറുപടിയാണ്, ദാലിക്കൽ അബ്തർ, ഞാൻ ആ മുഹമ്മദിനോട് എന്നല്ല പറഞ്ഞത്, ഞാൻ ആ വാലറ്റവനോട് എന്നായിരുന്നു അവൻ്റെ പ്രതികരണം. ഇതാണ്, ഈ സമയത്താണ് ഇതിറങ്ങിയത്. അറിയുമോ നിങ്ങൾക്കാർക്കറിയാം ഈ ആസിനെ പിൻഗാമികളെ? ആ ചരിത്രം എവിടെ? ഒന്നും ആരും എഴുതപ്പെട്ടിട്ടില്ല. അതെല്ലാം വിസ്മൃതിയിലേക്ക് ആണ്ടുപോവുകയാണ് ചെയ്തത്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ആശയങ്ങൾ, അവിടുത്തെ ആദർശങ്ങൾ എല്ലാം ഇവിടെ നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ സന്താന പരമ്പര ആവേശത്തോടുകൂടി ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. അതിൻ്റെയും പുറമെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ എന്നൊരു വലിയ വൃന്ദത്തെ അള്ളാഹു സമ്മാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം മുത്തുനബിയുടെ മക്കളാണ്. ഈ അനുയായികളെല്ലാം മുത്തുനബിയുടെ മക്കളാണ്. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വഅസ്വാജുഹു ഉമ്മഹാത്തുഹും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരൊക്കെ മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അപ്പോൾ ആ ഉമ്മമാരുടെ ഭർത്താവ് നമ്മുടെ ഉപ്പയാണ്, അബുൽ അർവാഹാൻ, അബുൽ അജ്സാദാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളാണ് നാം എല്ലാവരും. അതാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നിങ്ങൾ നോക്കൂ, എന്തൊരു വലിയ പ്രവചനമാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. ഇനി ഈ സൂറത്ത് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ, നബിയെ അങ്ങ് വിഷമിക്കേണ്ടതില്ല. അങ്ങയെ അബ്തർ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും അങ്ങേക്കതിലും വലിയ അനുഗ്രഹങ്ങൾ, അൽ വസീല, അൽ ഫളീല, അദ്ദറജത്തുർ റഫീഅ അങ്ങേക്ക് സ്വർഗത്തിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗദുൽ കൗസർ അങ്ങേക്ക് തന്നിട്ടുണ്ട്. അതുപോലെ സുന്ദരമായ സാഹിത്യ സമ്പൂർണമായ നിലക്ക് സംസാരിക്കാനുള്ള ഫസുലുൽ ഖിതാബ് അങ്ങേക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അങ്ങയെ വാലറ്റവൻ എന്ന് വിളിച്ചതുകൊണ്ട് അങ്ങൊരിക്കലും പ്രയാസപ്പെടേണ്ടതില്ല. ഈ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത മഹത്തായ ഈ ദറജ, അതിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുകയും അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക്, അള്ളാഹു തന്ന നിഅമത്തിൻ്റെ ശുക്ർ എന്നോണം ജനങ്ങളിലേക്ക് നിഅമത്ത് ചെയ്യുകയും ചെയ്യുക. പിന്നെ നിങ്ങളെ ആക്ഷേപിച്ച മനുഷ്യനുണ്ടല്ലോ, അവൻ തന്നെയായിരിക്കും വാലറ്റ് പോവുക, നിങ്ങൾക്കൊന്നും സംഭവിക്കൂല നബിയേ. ഇതാണ് ഈ ആയത്തിൻ്റെ ആകത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥോചിതം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.